നമ്മുടെ ബൈബിൾ ക്ലബ് ആരംഭിച്ചിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ? ആദ്യം മുതലുള്ള ബൈബിൾ ക്ലബ്ബിൽ സംബന്ധിക്കുന്നവരെന്നൊക്കെ നോക്കിയേ. നമ്മൾ ബൈബിൾ ക്ലബ്ബ് ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ നമ്മുടെ 7ാമത്തെ വർഷമാണ് ബൈബിൾ ക്ലബ്ബ് ആരംഭിച്ചിട്ട്. 7ാമത്തെ വർഷമാണ്. ഇന്ന് വരെ നമ്മുടെ ബൈബിൾ ക്ലബ്ബ് വളരെ സന്തോഷകരമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നല്ല നല്ല ബൈബിൾ ക്ലബ്ബുകൾ ലഭിക്കപ്പെടുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ബൈബിൾ ക്ലബ്ബിലൂടെ നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമുക്കറിയാം. അവർക്ക് പാട്ട് പാടാനും ആക്ഷൻ സോങ് ചെയ്യാനും അതുപോലെ തന്നെ പ്രസംഗിക്കാനും ഒക്കെയുള്ള കഴിവ് അവർക്ക് കിട്ടിയത് ഈ ബൈബിൾ ക്ലബ്ബിലൂടെയാണ്. ആണോ? എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ബൈബിൾ ക്ലബ്ബ് ഒരിക്കലും നമുക്ക് നിന്നു പോകരുത്. പേപ്പറൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് പറയുന്നത് കേട്ടാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് വലിയ എഴുതാനുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ബൈബിൾ ക്ലബ്ബിലൂടെയാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ബൈബിൾ ക്ലബ്ബ് ചിലരൊക്കെ നമ്മളെ ഇതിനെ വിമർശിക്കുകയും മറ്റു തരത്തിലൊക്കെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് കിട്ടിയത് ഈ ബൈബിൾ ക്ലബ്ബിലൂടെ എന്തെല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കി ഇനിയും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പലതും പഠിക്കാനും അതുപോലെ നമ്മുടെ ടീച്ചർമാർക്കൊക്കെ പഠിപ്പിക്കാനും വരെ ഒരു പൊതുവേദിയിൽ നിന്ന് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ വരെ നമ്മുടെ ടീച്ചർമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വളർന്നു വരുവാനുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ വേഗത്തിൽ നമുക്ക് ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം? എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ അറിയോ? വീട്ടിൽ പ്രാർത്ഥിക്കൂ? നിങ്ങളുടെ പപ്പ പ്രാർത്ഥിക്കുമെന്നല്ല പറഞ്ഞേ. പ്രാർത്ഥിക്കാത്ത എത്ര പേരുണ്ട് വീട്ടില്? എല്ലാവരും പുറകോട്ട് നോക്കുക. പ്രാർത്ഥിക്കാത്തവരുണ്ടോ വീട്ടില്? എല്ലാവരും പ്രാർത്ഥിക്കുമോ? ഓക്കെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥന? 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയാം ഏകദേശം പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഇല്ലയോ? കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തോ? എഴുന്നേറ്റ് പറയാം. എഴുന്നേറ്റ് ചാടി 2 പേരുണ്ട്. എല്ലാവരും ഉണ്ട്. 3 പേരുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് സംസാരിക്കുന്നത്. ശരിയാണോ? ബാക്കിയുള്ളവരോ ശരിയാന്ന് പറഞ്ഞാൽ അവർ പറയുന്നതല്ലേ. നിങ്ങൾ ശരിയാണോ? ആണോ? ശരിയാണോ? ഞാൻ പേര് മറന്നു. എവര് ശരിയാണോ? ദൈവത്തോട് പറയുമെന്ന് പറഞ്ഞേ. നമ്മുടെ യാതനകൾ ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന. ശരിയാണോ? പിന്നെ അലീന പറഞ്ഞേ. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതാണ് പ്രാർത്ഥന. ഏകദേശം ശരിയല്ലയോ? നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. ഇരുന്നോ? നല്ലൊരു കൈ കൊടുത്തേ. ഓക്കെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുങ്ങിയ വാക്കിന് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്ന ഉപകാരങ്ങൾക്കുള്ള നന്ദി പറച്ചിലും പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാചനയുമാണ് പ്രാർത്ഥന. മനസ്സിലായോ? എന്താന്ന് പറഞ്ഞേ? ദൈവം നമുക്ക് ചെയ്ത നന്മകൾക്കുള്ള നന്ദി പറച്ചിലും രണ്ടാമത് പുതിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളുള്ള യാചന. അപ്പൊ നമുക്ക് പ്രാർത്ഥനയുടെ യഥാർത്ഥ ഒരു ചെറിയ രൂപം നമുക്ക് കിട്ടിയോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത്രയാണ് സംഭവം. നമുക്ക് ദൈവം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതിനുള്ള നന്ദി പറച്ചിലും. 2, നമുക്കിനി എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അത് നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യുന്നേ? പറഞ്ഞേ. യാചിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കുന്നത്. ഇതാണ് പ്രാർത്ഥന. അത് നീണ്ട പ്രാർത്ഥനകളുണ്ടാകാം, ചുരുങ്ങിയ വാക്കിൽ പ്രാർത്ഥിക്കാം, പിന്നെ നല്ല അക്ഷരങ്ങളൊക്കെ നല്ല ക്രമമായിട്ടൊക്കെ അടുക്കി ഭംഗിയായിട്ടൊക്കെ പ്രാർത്ഥിക്കാം, പലതരത്തിൽ പ്രാർത്ഥിക്കാം. എങ്ങനെ ആയാലും ശരി, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ദൈവം നൽകുന്ന നന്മയ്ക്കുള്ള നന്ദി പറച്ചിൽ. രണ്ടാമത് ദൈവം ഇനി നമുക്ക് ചെയ്യാൻ ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങളുടെ പേരിലുള്ള യാചന. ഓക്കെ. ഇനി ഇപ്പം എല്ലാവരും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം ഉച്ചരിക്കുന്ന കാര്യം എന്തുവാ? സ്തോത്രം. എങ്ങനെ? ആത്മീയൊന്നും എഴുതട്ടെ. ആത്മീയൊന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനൊരു കാര്യം ഞാൻ ഒരു സാഹചര്യം പറഞ്ഞു. സമയം പോലും
അവനെ വിളിച്ചിട്ട് ആക്റ്റീവ്. ഇന്ന് നമ്മുടെ ജോസ് പാസ്റ്റർക്ക് സുഖമില്ല. ജോസ് പാസ്റ്റർക്ക് പനിയാണ്. അദ്ദേഹത്തിന് പനിയാണ്, ചിരിക്കുന്നവരായിരുന്നു. അദ്ദേഹത്തിന് പനിയാണ്. ആൽവിൻ ജോസ് പാസ്റ്റർ വീട്ടിൽ ചെന്നു വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ ചെന്നപ്പോൾ നമ്മൾക്കെല്ലാം കഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്തു ഇറങ്ങി പോരാൻ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലയോ? നിങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാർ ഒന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നില്ലേ? അപ്പൊ എങ്ങനെ ജോസ് പാസ്റ്റർ പനിയാവുന്ന കാര്യം ഓർത്തോണം, അതനുസരിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. തുടക്കമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നിങ്ങളെല്ലാവരും ആൽവിൻ തുടങ്ങുന്നത് എങ്ങനെയാ ശ്രദ്ധിച്ചോണേ. മൈക്ക് എങ്ങനെ നമ്മൾ പിടിക്കുന്നത്? സാധാരണ ഒരു കാര്യത്തിൽ മൈക്ക് തന്നെ പ്രാർത്ഥിക്കാതെ വിടത്തുമില്ല. പനി ഓർത്ത് നീ പ്രാർത്ഥിച്ചോടാ. അവൻ എങ്ങനെ പ്രാർത്ഥിച്ച? കണ്ണടച്ചായിരുന്നു? ഇടക്കിടക്ക് തുറന്ന് നല്ലോണം പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കുക. മൈക്ക് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു പൊതു മീറ്റിങ്ങിന് മൈക്ക് പിടിക്കാൻ പറയുമ്പോൾ ഈ മൈക്കിന്റെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കരുത് ഒരിക്കലും. ആരും മൈക്ക് ഇങ്ങനെ പിടിക്കരുത്. മൈക്ക് പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ മൈക്കിൽ നമ്മൾ കൈ വെക്കാവൂ. അതുപോലെ ഈ സ്വിച്ച് ഉണ്ടല്ലോ, സ്വിച്ചിൽ നമ്മുടെ കൈ വരരുത്. ഈ ഒരു ഭാഗം എപ്പോഴും ഫ്രീ ആയിരിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മൈക്ക് ചാടി എടുത്ത് ഇങ്ങനെ പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗം, ഈ ഒരു ഭാഗത്ത് വേണം ഈ സ്വിച്ച് ഇരിക്കാൻ. അതുപോലെ നമ്മുടെ കൈയുടെ ഭാഗത്ത് ഇത്ര വരെ വരാം. അപ്പൊ അതനുസരിച്ച് നമ്മൾ മൈക്ക് പിടിക്കണം. ഇനി പറഞ്ഞു മൈക്ക് അടുപ്പിച്ച് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കൊടുക്കാതെ യേശുവേ സ്തോത്രം. അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ വാക്കേതാ? യേശുവേ സ്തോത്രം. നിങ്ങൾ തെറ്റുണ്ടെ പറയണം, വിളിച്ചു പറയണം കേട്ടോ. ആദ്യം കണ്ണട ഞാൻ അങ്ങോട്ട് നോക്കിക്കോ. യേശുവേ സ്തോത്രം. അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വാക്കേതാ? ആദ്യം പറയുന്ന വാക്കേതാ? എങ്ങനെ? സ്തോത്രം. അല്ലാതെ നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പല പല വാക്കുകൾ പറയത്തില്ലയോ? കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, പിന്നെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങനെ പല പല കാര്യങ്ങൾ, ഒരുപാട് വിശേഷങ്ങൾ. അതെന്തോ നമ്മൾ പറയുന്നേ? ആരോട് പ്രാർത്ഥിക്കും? നമ്മള് ദൈവത്തോട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ പറയുന്നത്, ഇല്ലയോ? കരുണാസമ്പന്നൻ, നമ്മുടെ കർത്താവ് കരുണ ചെയ്യുന്നവനാണ്. നമ്മൾ എന്ത് ആവശ്യത്തിന് മുന്നിലാണോ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത്, അപ്പൊ നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവത്തെ ആദ്യം പുകഴ്ത്തണം, ഇല്ലയോ? നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആദ്യം ദേഷ്യപ്പെട്ടാണോ ചോദിക്കുന്നത്? ആണോ? അല്ല, നമ്മൾ ആദ്യം സോപ്പിടാൻ നോക്കും. സോപ്പിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ന് പറയും, ദൈവത്തിന്റെ വിശേഷണങ്ങൾ പറയും. സ്നേഹമുള്ള പിതാവ് എന്ന് പറയും, കരുണാസമ്പന്നനായ ദൈവം എന്ന് പറയും, നല്ല ദൈവമേ എന്ന് പറയും. എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ ആദ്യം പുകഴ്ത്താമോ അങ്ങനെ ദൈവത്തെ പുകഴ്ത്തിയിട്ടാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. എങ്ങനെ? കാരണം എങ്ങനെ തുടങ്ങുന്നത് പ്രാർത്ഥിക്കാൻ? വീട്ടിൽ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ തുടങ്ങുന്നത്? എഴുന്നേറ്റ് പറഞ്ഞു ഓടി പറഞ്ഞു എഴുന്നേറ്റ് ദൈവമേ സ്തോത്രം എന്നാണ്. ആണോ? നിങ്ങളുടെ പപ്പ ഏതാ പറഞ്ഞിരുന്നേ? പിന്നെ ആൽവിൻ, ഷെബിൻ എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്? സ്തോത്രം സ്തോത്രം. എങ്ങനെ? ആരോടാന്ന് പറയത്തില്ല കേട്ടോ. ഷെബിൻ പ്രാർത്ഥിക്കുന്ന സ്തോത്രം സ്തോത്രം ഞങ്ങളെ കഥ സൂക്ഷിക്കണമേ എന്നാ തുടങ്ങുന്നത്. അപ്പൊ മറിയ എങ്ങനെ തുടങ്ങുന്നത് പ്രാർത്ഥിക്കാൻ? ഉറക്കെ പറയാൻ ശരിയാക്കത്തില്ല. പ്രാർത്ഥിക്കുമ്പോ നീ പറഞ്ഞ എല്ലാം കേട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ദൈവത്തിന് വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ ആർക്കും പ്രാർത്ഥിക്കുന്ന ജോസ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് വിശേഷങ്ങൾ എന്തോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? കരുണാസമ്പന്നനായ സ്വർഗ്ഗസ്ഥ പിതാവേ, കരുണാസമ്പന്നനായ എല്ലാവർക്കെല്ലാം കേൾക്കണം, മൈക്കിൽ കൂടെ പറയുന്നു. കണ്ണടച്ചില്ല. കരുണാസമ്പന്നനായ ദൈവമേ,
അടുത്ത നിങ്ങളെന്നെ പഠിക്കുക കേട്ടോ, പ്രാർത്ഥന പഠിക്കുക. എങ്ങനെയും പ്രാർത്ഥിച്ചു വിടരുത്. ആൽബി നമ്മളെ പഠിപ്പിക്കും. കരുണാസമ്പന്നനായ ദൈവമേ, കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്ന് പകൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങനെ അടുത്തേക്ക് വരുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതൊക്കെ ആദ്യം നമ്മൾ ദൈവത്തെ ഒന്ന് സൂചിപ്പിക്കുക എന്ന് പറയുന്നില്ല. അതുപോലെ ദൈവത്തെ നമ്മൾ ആദ്യം ഒന്ന് പ്രകീർത്തിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പ്രാർത്ഥന വരാൻ. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആദ്യം ദൈവത്തിന് സ്തുതി സ്തോത്രവും അർപ്പിച്ചിട്ട് വേണം പ്രാർത്ഥന തുടങ്ങാൻ. ഇപ്പൊ നമ്മൾ കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഇന്ന് രാത്രി ലാസ്റ്റ് നമ്മൾ പകലല്ലേ പോയി. ഇന്ന് പകൽ ഞങ്ങൾ പ്രിയ ജോസ്വാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഒത്തിരി നാളായെന്ന് പറ. പനിയായി കിടപ്പിലാണ്. ഞാനിപ്പോ അത് പ്രാർത്ഥിച്ചിട്ടേ ഇനി വേറെ ആർക്കാ ആൽബം പ്രാർത്ഥിച്ച് അടുത്ത് വരും. ആൽബം ഇപ്പൊ പഠിച്ചിട്ട് വരും. അടുത്ത ജോബ്സ് വന്നേ. ജോബ്സൊക്കെ അറിയാം. ആൽബിന് അവസാനം ഉണ്ടേ വിടത്തില്ലേ? ആദ്യം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മൈക്ക് പിടിക്കുന്ന കാര്യങ്ങൾ, നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഒന്ന് ശ്രദ്ധിക്കാം. മൈക്ക് എടുത്താൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് മേളിൽ പോകാത്ത രീതിയിൽ പിടിക്കണം. നമ്മുടെ സ്വിച്ച് മറന്നു പോകാത്ത രീതിയിൽ പ്രാർത്ഥിക്കും. തിരിച്ചു പോകാൻ സൗഖ്യമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നതായി കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്തുവായിരുന്നു? ദൈവം ചെയ്ത നന്മകൾക്കുള്ള നന്ദി പറച്ചിലും, രണ്ടാമത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മേലുള്ള ദൈവത്തോടുള്ള യാചന. നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. അപ്പൊ നമ്മുടെ ദൈവത്തെ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ പ്രകീർത്തിക്കണം. ദൈവത്തിന്റെ പേര് പറഞ്ഞ്, ദൈവത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാഗം അതാണ്. ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ, ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നമ്മൾ ദൈവത്തെ പ്രകീർത്തിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒത്തിരി വാക്കുകൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ട് പഠിക്കണം. എപ്പോഴും ഒരാൾ ഒരു കാര്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് പല കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. കരുണാസമ്പന്നനായ ദൈവം എന്ന് പറയുന്നുണ്ട്, സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പറയുന്നുണ്ട്, യേശുവേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ദൈവത്തെ കുറിച്ച് പറയാം. അങ്ങനെ പറയാതെ പ്രാർത്ഥന തുടങ്ങുകയും ചെയ്യരുത്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ആ ഒരു കാര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കുന്നോ? എന്തോ വേണം? ഈ വിശേഷണം എന്തുവാ? ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണമാണ്. ഓക്കെ, അത് പറഞ്ഞതിന് ശേഷമേ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കാം. പിന്നെ മൂന്നാമത്തെ ഭാഗം, നമ്മൾ ഏതൊക്കെ സമയങ്ങളിലാണ് പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ കുഞ്ഞുങ്ങളാകുന്ന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ചില സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ട്. പാസ്റ്റർമാർ പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിലല്ല കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ രാവിലെയും രാത്രിയിലും. പിന്നെ സൺഡേ സ്കൂളിൽ പ്രാർത്ഥിക്കാം. അമ്മസുദ്ധി എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണ്ടേ? നീ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കും? രാത്രി സ്കൂളിൽ പോകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ആരെങ്കിലും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? കൈ കഴുകാൻ നോക്കാം. ഏവരും പ്രാർത്ഥിക്കുമോ? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണോ പോകാൻ? പ്രാർത്ഥിച്ചു വിടും. ഞാൻ പ്രാർത്ഥിക്കത്തില്ല. മോനെ. പിന്നെ ഇനിയിപ്പോ നമ്മുടെ എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? ഈ രാത്രി കിടക്കാൻ നേരത്തെ പ്രാർത്ഥന കാര്യം അത് വിട്ടിട്ട് നീ അടുത്ത ആഹാരം കഴിക്കുന്ന മുമ്പ് പ്രാർത്ഥിക്കൂ. ഒരു സ്തോത്രമെങ്കിലും പറയൂ. അതെ,
പിന്നെ സ്കൂളിൽ മനസ്സിൽ പോകുന്നതിന് പറയിച്ചാ മുമ്പ്, യാത്ര പോകുന്നതിന് മുമ്പ് ആ പ്രാർത്ഥിക്കാറുണ്ടോ? പരീക്ഷ സ്കൂളിൽ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഏതൊക്കെയാ? നിങ്ങളെല്ലാം പറഞ്ഞേ. നമ്മൾ ഏതെല്ലാം സമയങ്ങളിൽ പ്രാർത്ഥിക്കണം? നിശ്ചയമായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് എഴുന്നേക്കണം. ശരിയാണോ? അങ്ങനെ ശീലം ആർക്കെങ്കിലും ഉണ്ടോ? രാത്രി കിടക്കാൻ നേരത്തും പ്രാർത്ഥിക്കണം. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കണം. 2, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഞാൻ വിളിക്കുന്നത് ജനി വന്നേ. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. നമുക്ക് കൂടെ ഏതാഹാരം വേണം? ഏതാഹാരം വേണം? അനീഷ് ഏതാ പറഞ്ഞേ? ഏതാഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ചിക്കൻ ബിരിയാണി. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. അപ്പൊ അതിന് മുമ്പ് പ്രാർത്ഥിച്ചേ. ഓക്കെ ഓക്കെ. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ജോബ് എന്ന് പറഞ്ഞു കൊടുത്തേ. അവിടെ നിന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അതാ തുടക്കം. ഇത് ഇത്ര നേരം എന്തുകൂടെ കേട്ടെ എന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടി, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. അവൾ കേട്ടില്ല. കഴിച്ച് പലപ്പോഴും അതന്നെ കിട്ടി കഴിക്കുന്ന പോലെ, കിട്ടി പ്രാർത്ഥിക്കുന്ന പോലെ. അതല്ല പുറത്തും അതൊന്നും ആയില്ല. പല കാര്യമൊക്കെ ഓർമ്മ വേണേ. അപ്പൊ ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം കേട്ടോ. എനിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആഹാരത്തിന് വേണ്ടി. അത് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതാകുമ്പോ എളുപ്പമില്ലേ? ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കേട്ടോളെ. ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 1, ഒരുക്കിയ കരങ്ങളെ അനുഗ്രഹിക്കണം. ഭക്ഷിക്കാൻ ബലം തരണം. പിന്നെ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറയണം, ഒരുക്കിയ കരങ്ങളെ അനുഗ്രഹിക്കണം, ഭക്ഷിക്കാൻ പറയണം. ഓക്കെ, 3 കാര്യങ്ങൾ. ഇത്രയും വേഗം ശ്രദ്ധിച്ചേ. ഇനി അടുത്ത സാഹചര്യം പറഞ്ഞേ. സ്കൂളിൽ ഉറങ്ങുന്നതിന് മുമ്പും ഉണരുന്നതിന് മുമ്പും, അല്ല ഉണർന്നതിന് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും. രണ്ടാമത് ആഹാരത്തിന് വേണ്ടി. പിന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ പോകുന്നവരില്ലേ? അപ്പൊ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് പ്രാർത്ഥിക്കുമല്ലോ. ആരൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും? മറ്റേ അലീന വന്നേ. അലീന എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്? അലീന നേരത്തെ പ്രാർത്ഥിച്ചു കേട്ടായിരുന്നു എല്ലാവരും? കളഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമല്ലേ? ഒന്ന്, നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ പഠിക്കാനുള്ള ബുദ്ധി തരണം, അധ്യാപകരെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരിക്കണം. തിരിച്ചു വീട്ട് നീക്കയ്യൊന്ന് ഇത് കഴിയാതെ ഒറ്റ റേറ്റ് പോയത് കേട്ടോ. രണ്ടുപേർക്കും വീക്ക് ചെയ്ത് കേട്ടോ. ഇനി എഴുതിട്ട് എങ്ങനെയൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ? പഠിക്കാൻ ബുദ്ധി തരണമേ. ഇനി അടുത്ത മിൽക്ക് പറ. നിങ്ങൾ സ്കൂളിൽ അങ്ങോട്ട് കയറിയതുകൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ടീച്ചർമാരെ അനുഗ്രഹിക്കണമേ. പിന്നെ പഠിക്കാനുള്ള ബുദ്ധി തരണമേ. യാത്രയിൽ കൂടെ ഇരിക്കണമേ. ഇല്ലയോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ
പ്രാർത്ഥിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, ഉറങ്ങിയ ശേഷം പ്രാർത്ഥിച്ച് എഴുന്നേൽക്കണം, ലഭിച്ച ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സ്കൂളിൽ പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട പ്രാർത്ഥനകൾ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയ്ക്ക് ഏതെല്ലാം എത്ര തരത്തിലുള്ള പ്രാർത്ഥനയുണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങളത് ഭാവിയിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രാർത്ഥന. 1 രഹസ്യമായ പ്രാർത്ഥന, 2 പരസ്യമായ പ്രാർത്ഥന, 3 മധ്യസ്ഥ പ്രാർത്ഥന. ഓക്കെ, സൺഡേ സ്കൂൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട 3 തരത്തിലുള്ള പ്രാർത്ഥനകളാണ് രഹസ്യമായ പ്രാർത്ഥന, 2 പരസ്യമായ പ്രാർത്ഥന, 3 മധ്യസ്ഥ പ്രാർത്ഥന. രഹസ്യമായ രഹസ്യമില്ലയോ? രഹസ്യമായ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മൾ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും രഹസ്യങ്ങളുണ്ട് ഇല്ലയോ? നമ്മുടെ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് രഹസ്യമായ ആവശ്യങ്ങളുണ്ട് ഇല്ലയോ? അപ്പം നല്ല ബുദ്ധി തരണേ, അത് നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ഒക്കെ തരണമേ എന്നുള്ളത് നമ്മുടെ ആവശ്യമില്ലയോ? നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് രഹസ്യ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇല്ലയോ? രഹസ്യ പ്രാർത്ഥനയിൽ നമ്മൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങള്, നമുക്ക് ബുദ്ധി തരണം, നമ്മുടെ ആവശ്യങ്ങള് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏതാ? രഹസ്യമായ പ്രാർത്ഥന. ഓക്കെ, രണ്ടാമത്തെ പ്രാർത്ഥനയാണ് പരസ്യമായ പ്രാർത്ഥന. പരസ്യമായ പ്രാർത്ഥനകൾ നമ്മൾ എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? പള്ളിയിൽ പ്രാർത്ഥിക്കും, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കും, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലയോ? പൊതുവായിട്ടുള്ള പ്രാർത്ഥന, എല്ലാവരും കേൾക്കുന്ന തരത്തിൽ ഉള്ള പ്രാർത്ഥന, അതാണ് പരസ്യമായ പ്രാർത്ഥന. മൂന്നാമത് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ? മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? നിങ്ങൾ അങ്ങനെ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലയോ? ഇന്ന് മുതൽ കേട്ടോ മധ്യസ്ഥ പ്രാർത്ഥന. ഓക്കെ, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിന്റെ ഇടയിൽ ഉള്ള പ്രാർത്ഥനയാണ്. ഇപ്പൊ ഒരാൾക്ക് പനിയായിട്ട്, നമ്മൾ ജോസ് പാസ്റ്റർക്ക് വേണ്ടി പനിയായിരുന്നേ, അപ്പം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവത്തിനും ആ ജോസ് പാസ്റ്റർക്കും ഇടയിൽ ആരാധിക്കുന്നത് നമ്മളാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു ആവശ്യത്തിന്റെ മുഖത്ത് മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തോട് ഇടിവിൽ നിൽക്കുന്നതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓക്കെ, കേട്ടോ? അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ സുഖമില്ലാതെ വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരികയോ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ആവശ്യം വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഇടനില നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരെന്തുവാ? എത്ര തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്? 3 തരം. ഏതൊക്കെയാ? രഹസ്യ പ്രാർത്ഥന, പരസ്യമായ പ്രാർത്ഥന. രഹസ്യമായ പ്രാർത്ഥന എങ്ങനെയാണ്? വ്യക്തിപരമായുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് നമ്മൾ രഹസ്യമായിട്ട് പറയുന്ന പ്രാർത്ഥനയാണ് രഹസ്യ പ്രാർത്ഥന. അതിനകത്ത് പറയുന്നത്, നിങ്ങൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ രഹസ്യമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് രഹസ്യ പ്രാർത്ഥന. നമ്മൾ പരസ്യമായ പ്രാർത്ഥനയാണ് പൊതുവായ ഒരു ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പൊ സഭാരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ? സഭാരാധനയ്ക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്. എബ്രായ സഭയിൽ അവിടെ സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. വയലാരുണ്ടോ? നിങ്ങൾക്കും അവസരം കിട്ടുമ്പോൾ സഭാരാധനയുടെ ആദ്യത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ആരൊന്നും പറയത്തില്ല കേട്ടോ. നിങ്ങളും ഇനി സഭാരാധനയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനകൾക്ക് ഒക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം. അതാണ് പരസ്യമായ പ്രാർത്ഥന. ഇനി അടുത്തത്, മൂന്നാമത്തെ പ്രാർത്ഥന ഏതാ? മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി രോഗിയായിട്ട് കിടന്നാൽ, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് മുഖത്ത് ഒരാളായിരിക്കുമ്പോൾ, ഒരു പ്രതിസന്ധിയിലേക്ക് ഒരാളായിരുന്നാൽ അയാൾക്ക് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ജോലി മനസ്സിലായോ? ഏതൊക്കെ തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്? 3 തരം. ഏതൊക്കെയാ? ഓർക്കെ എല്ലാരും കേൾക്കാം. എങ്ങനെ കേട്ടോ? നിങ്ങളാരും കേട്ടോ? ഏതാ പറഞ്ഞേ? ഈ ആദ്യകാലത്ത് തുടങ്ങി പിന്നെ സൗണ്ട് കുറഞ്ഞു വരുവാ. എങ്ങനെ? രഹസ്യ പ്രാർത്ഥന,
പരസ്യമായ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. ഓക്കെ, ആരാ ഇനി പറയുന്ന അടുത്ത? ഷെബീന. രഹസ്യമായ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. ജോബ്സൺ പറഞ്ഞേ, രഹസ്യമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ? രഹസ്യമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തുവാ? ആരും അറിയാതെന്നല്ല, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മള് മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് രഹസ്യ പ്രാർത്ഥന. ഓക്കെ, പരസ്യമായ പ്രാർത്ഥന അലോന പറഞ്ഞേ. പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യമായ പ്രാർത്ഥന. ഇനി ആമസ് പറഞ്ഞേ, ഈ അവസാനത്തെ മധ്യസ്ഥ പ്രാർത്ഥന എന്തുവായിരുന്നു? മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന. ഒരാൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഓക്കെ, അലീന കൊടുക്കൂടെ? ഇനി അടുത്തത് മൂന്നാമത്തെ ഭാഗം. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? പ്രാർത്ഥന എന്താണെന്ന് പഠിച്ചു, ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പഠിച്ചു, 3 തരം പ്രാർത്ഥനകൾ പഠിച്ചു. നാലാമത്തെ ഭാഗം, എങ്ങനെ നമ്മൾ ഇനി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ട് ഇനി പ്രാർത്ഥിക്കരുത് എന്നൂടെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കരുത് അതും കൂടെ നമ്മൾ അറിയണം. ഒന്നാമത്തെ പ്രാർത്ഥിക്കരുതാത്ത രീതികൾ. ഒന്ന്, ജൽപ്പനം ചെയ്യരുത്. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടോ? ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഈ ജാതികളൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കത്തോലിക്ക മറ്റ് സമുദായങ്ങൾ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ടോ? എങ്ങനെ? അല്ലേ, കേട്ടിട്ടുണ്ടോ? അവരൊക്കെ പ്രാർത്ഥിക്കുന്നതിനകത്ത് കാണാതെ പഠിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ഈ 3 പ്രാർത്ഥനകളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ പൊതുവായ ഒരു രീതി എന്തുവാ? നമ്മൾ എന്താണ് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ആരോടാണ് പറയുന്നത് നമുക്കറിയാം, എന്താവശ്യത്തിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഏതെല്ലാം ആവശ്യങ്ങളാണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം, ഇല്ലയോ? പക്ഷെ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വെറും വാക്കുകൾ മാത്രമായിട്ട് പ്രാർത്ഥന ഒതുക്കി പോകരുത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തോ പറഞ്ഞെന്ന് ഒരു പിടിയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതാണ് ജൽപ്പനം ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ജൽപ്പനം വെറുതെ പറഞ്ഞു കളയുക. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അടുത്ത രണ്ടാമത്തെ ഭാഗം, കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. കപടഭക്തിക്കാരെന്ന് കേട്ടിട്ടുണ്ടോ? കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹിപ്പോക്രൈറ്റുകൾ. കപടം പ്ലസ് ഭക്തി, കപടഭക്തി. ഭക്തി ഉണ്ടെന്ന് നടിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക, ഇല്ലയോ? അങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ല. എങ്ങനെയൊക്കെ ചെയ്യരുത്? ഒന്നാമത് നമ്മൾ എന്ത് പഠിച്ചേ? ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. ഇനി മൂന്നാമത്തെ, വല്ലാതെ യാചിക്കരുത്. വല്ലാതെ യാചിക്കുക എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു ഉദ്ദേശമില്ലാതെ പ്രാർത്ഥിക്കുക. ഈ സദ്യപ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഉറക്കം തൂങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കട്ടപ്പറ്റി ചാടി നിൽക്കും, എന്തിനും വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭാരാധനയൊക്കെ പ്രാർത്ഥിച്ച് തെറ്റിക്കുന്ന കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരും ശ്രദ്ധിക്കത്തില്ലയോ? വല്ലാതെ യാചിക്കുക എന്ന് പറഞ്ഞാൽ പറയുന്ന എന്തുവാണെന്നൊന്നും അറിയാത്ത രീതിയിലുള്ള പ്രാർത്ഥന. അത് ഈ സ്ഥിരം നമ്മുടെ വായിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സാക്ഷി പറയുമ്പോൾ എത്ര പേര് കറക്റ്റ് ആ പറയുന്ന കാര്യത്തിൽ അർത്ഥം വെച്ച് പറയുന്നുണ്ട്? ഇന്ന് സെലിൻ സാക്ഷി പറഞ്ഞ എന്തുവായിരുന്നു? സ്ഥിരം പറയുന്ന കാര്യം തന്നെയല്ലേ പറയുന്നത്? ആണോ? അതെന്തോ പറഞ്ഞായിരുന്നു ഇന്ന് എഴുന്നേറ്റ് സെലിൻ സാക്ഷി പറഞ്ഞ എന്തുവായിരുന്നു? ആ വാക്യം വായിച്ച് അതിന്റെ അർത്ഥം ശരിയായിട്ടൊന്ന് പറയാമോ? ഇന്ന് വായിച്ച വാക്യം ഏതായിരുന്നു? ഒന്ന് സാക്ഷി പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം ഒന്ന് പറയാം. എന്താണ് ഉദ്ദേശിച്ചത്? ആ പറഞ്ഞ വാക്കിൽ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ എല്ലാവരും സാക്ഷി പറഞ്ഞാണ്, സ്പീഡിന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. എന്തോ പറഞ്ഞത് നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും പലരും സാക്ഷി പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല. എന്താ പറഞ്ഞത് പോലും നമ്മൾ അറിയാറില്ല. ചിലരൊക്കെ ഇച്ചിരി കടുകട്ടി കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷെ പറഞ്ഞതിന്റെ അർത്ഥമൊന്നും അവർക്ക് അറിയത്തില്ല. ആ ഒരു പ്രാർത്ഥനയ്ക്കാണ് പറയുന്നത് വല്ലാതെ യാചിക്കുക എന്ന് പറയുന്നത്, ജൽപ്പനം ചെയ്യുക എന്നൊക്കെ. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുക, ഇതൊന്നും പ്രാർത്ഥനയുടെ ഒരു രീതിയല്ല. അപ്പൊ നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണ്? എങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കരുത്?
മനസ്സിലായോ? എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കരുത്? ജാതികളെ പോലെ നമ്മൾ ജൽപ്പനം ചെയ്യരുത്, കപടഭക്തിക്കാരെ പോലെ ആകരുത്, വല്ലാതെ യാചിക്കരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ് നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവാക്കേണ്ടതിന് വല്ലാതെ യാചിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ശക്തമായിരിക്കണം, അതിനൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം, ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഒരു ഈ 3 കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്കൊരു അപകടം ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് അപകടപ്പെട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ആപത്തുണ്ടായി, നമ്മൾ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ആദ്യം കർണസമ്മേളനം ഒന്നും അന്നേരൊന്നും വരുത്തൊന്നുമില്ല. കർണസമ്മേളനം അന്നേരം വരുത്തില്ല, ഇതൊന്നും വരുത്തില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? സ്വതന്ത്രം കർത്താവേ വിടുവിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ എന്നൊക്കെ പറയത്തില്ലയോ? അന്നേരം നമ്മുടെ മനസ്സിൽ നിന്ന് എത്രമാത്രം വേദനയുണ്ടോ, എത്രമാത്രം ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്ര ആവശ്യത്തോടുകൂടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. നമ്മളെ പട്ടി അടിക്കാൻ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നത്? എങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുന്നത്? ഓടുമല്ല, ഒന്നും ഒക്കാത്ത സാഹചര്യം അതെന്ത് ചെയ്യും? ഒന്നി ഓടും, ശരി. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പട്ടി അടിക്കാൻ വന്നോ ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന ഇവിടെ നമ്മൾ പട്ടി അടിക്കാൻ വന്ന അല്ല എന്തൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഓടും, വാവ ചാളിനെ കൂട്ടും. വാവ ചാളിനെ കൂട്ടുമ്പോ നമ്മൾ എങ്ങനെ വാവച്ച് കൂട്ടുന്നത്? സ്റ്റൈലൊക്കെ കാണിക്കോ? ഇല്ല. ഈ വാ വെക്കുന്നതിന്റെ കൂടെ എവിടെയൊക്കെ ചെയ്യും? കല്ലെടുക്കാൻ പറ്റും. കിട്ടുന്ന എന്ത് വെച്ചാൽ വലിച്ചു പോലെ എറിയാൻ നോക്കും. പോച്ച കിട്ടിയാലും നമ്മള് എന്തെങ്കിലുമൊക്കെ കാണിക്കും. അതാണ് യഥാർത്ഥത്തിൽ ആവശ്യബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യവും കൃത്യമായ മറുപടി ലഭിക്കുമെന്നുള്ള അല്ലെങ്കിൽ ലഭിക്കണമെന്നുള്ള ആഗ്രഹവുമാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഏത് സമയം പ്രാർത്ഥിക്കുമ്പോഴും, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിലാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലാകട്ടെ, രഹസ്യ പ്രാർത്ഥനകളിലാകട്ടെ, ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് ഏതൊക്കെയാ? നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രാർത്ഥിക്കേണ്ടാത്ത സാഹചര്യങ്ങളല്ല ചോദിച്ചത്, പ്രാർത്ഥിക്കാനുള്ളത് ഏതൊക്കെ സാഹചര്യങ്ങളാണ്? പ്രാർത്ഥന എന്തൊക്കെ വേണം? ദൈവത്തോട് പ്രാർത്ഥന ആദ്യം നമ്മൾ പഠിച്ച കാര്യം, നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വേണം. പിന്നെ ദൈവത്തെ പ്രകീർത്തിക്കണം, ദൈവത്തിന് നന്ദി പറയണം, ആവശ്യബോധങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തമായ ആഗ്രഹവും, അവസാനം പറഞ്ഞ വാക്യതായിരുന്നു, നമുക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും? കുഞ്ഞുങ്ങളാകുന്ന നിങ്ങൾ മുതിർന്നവരുടെ കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ, പൊതുവേ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഏതെല്ലാം സാഹചര്യത്തിൽ പ്രാർത്ഥിക്കണം? സ്കൂളിലേക്ക് പോകുമ്പോഴും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ ആവശ്യങ്ങളുണ്ടാകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, കുഞ്ഞുങ്ങളാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവം ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിന്റെ കാരണം നിങ്ങൾ ഭക്തിയോടെ അല്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കരുത്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യം ഉണ്ടാകരുത്? ജാതികൾ പ്രാർത്ഥിക്കുന്ന പോലെ ജൽപ്പനം ചെയ്യരുത്, കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. എനിക്ക് ഭക്തി ഉണ്ടെന്ന് നടിച്ച് വാക്കുകളുടെ പെരുപ്പവും ഒക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ അവസാനം എന്ത് ചെയ്യണം? വല്ലാതെ യാചിക്കരുത്. കർത്താവ് സ്തോത്രം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു ലക്ഷ്യബോധവും ലഭിക്കുമെന്നുള്ള ആഗ്രഹവും എപ്പോഴും ഉണ്ടാകണം. ഇത്രയാണ് പ്രധാനമായിട്ടും പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അടുത്ത ദിവസങ്ങൾ മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഞാൻ ആൽബിനെ ആദ്യം വിളിച്ചു, ആൽബിനെ ഒന്നുകൂടെ വിളിക്കുകയാണ്. ആൽബിൻ വന്ന് നമുക്ക് ഈ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സാഹചര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ ഇത്ര നേരം വചനം പഠിച്ചു. ആ വചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുക. അപ്പം വന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കാം. ഉറക്കെ പ്രാർത്ഥിക്കണം, എല്ലാവർക്കും കേൾക്കണം. ഓക്കെ, കേൾക്കണം. നീ പറയുന്ന എല്ലാവരും കേൾക്കണം. നിങ്ങൾ വീട്ടിൽ ഇവിടെ ചോറൊക്കെ ചോദിക്കും, അമ്മ കേൾക്കാറുണ്ട്. അമ്മ കേൾക്കൂ. രണ്ടു വട്ടം പറയൂ. പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ടുപിടിച്ചേ. നമ്മള് ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പിന്നെ നിങ്ങൾ പരിശീലിക്കണം. എന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ചാൽ നാളെ മുതിർന്നു വരുമ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളിലാകട്ടെ ഒരു അവസരം കിട്ടിയാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലർക്കും നമുക്ക് മുതിർന്നവർക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
മൈക്ക് പിടിക്കുന്നത്. നിങ്ങളൊരു വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തലവിരിച്ച് നിൽക്കരുത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുള്ള ബോധം വേണം. നമ്മളെപ്പോഴും മൈക്ക് മുൻപോട്ട് നിവർത്തി പിടിക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ തന്നെ നിൽക്കണം. ഓക്കെ കേട്ടോ? നമ്മളെന്നെ അതൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മൾ പിടിക്കുമ്പോൾ ഇത്ര മാത്രം ഉദ്ദേശിച്ചാൽ മതി. ഇതങ്ങ് വിട്. കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കണം. അതന്നെ ഒരു കൈ പൊക്കി പിടിച്ച് കൈ വെക്കണം. അതന്നെ മൈക്ക് പൊക്കണം. ഇതൊക്കെ പ്രാർത്ഥിക്കും. സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറച്ച് പ്രാർത്ഥിക്കും. മൈക്ക് അടുപ്പിച്ച് വിളി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ അവസരം തന്ന എന്റെ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കും. ദൈവം അനുഗ്രഹിക്കുവാനാണ്.